ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചേമ്പപ്പം എന്ന് പറഞ്ഞിട്ടൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ ചേമ്പപ്പത്തിന് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാൽ തന്നെ ഇഷ്ടം പോലെയാണ്, ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് എന്ന് പറയുന്നത് 1 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഞാനിത് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ അത്രയും തിക്കിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടും നമുക്ക് കോരിയിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിതുപോലെ ഒരു സ്പൂണിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ നിറമാവുന്നത് വരെ മാത്രം നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ഞാനിവിടെ അത്യാവശ്യം ലൂസുള്ള മാവാണ്, കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാവശ്യമായിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂൺ കൊണ്ടല്ലാത്തവർക്ക് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ടും റെഡിയാക്കി എടുക്കാം. പക്ഷേ ഒന്നുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് സ്പൂൺ കൊണ്ടാണ്. കാരണം കൈ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നല്ലത് സ്പൂൺ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.